ഈ ശശി തരൂര് കോൺഗ്രസിന് വഴങ്ങും എന്ന് എനിക്ക് തോന്നുന്നില്ല. തോന്നുന്നുണ്ടോ അങ്ങനെ? ശശി തരൂര് കോൺഗ്രസിന് വഴങ്ങോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഈ ശശി തരൂരിന്റെ ചില നിലപാടുകൾക്ക് കോൺഗ്രസ് വഴങ്ങേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം കാലഹരണപ്പെട്ട ചിന്താഗതിയും ദീർഘവീക്ഷണമില്ലാത്ത നിലപാടുകളുമായി പോകുന്ന രാഹുൽ ഗാന്ധിക്കും അദ്ദേഹത്തിൻ്റെ ഉപജാപക വൃന്ദത്തിനും എത്ര കാലം കോൺഗ്രസിനെ നയിക്കാൻ കഴിയും എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ കാണുന്ന ശശി തരൂർ. ഇവിടെ ശശി തരൂര് ഇപ്പോൾ ശശി തരൂരിനെ പറ്റി വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനം വിജയകരമായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് അവരെ പ്രകോപിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം നല്ലതാണ് എന്ന് പറഞ്ഞു. അത് പിന്നെ അവർക്ക് അത്രയും പ്രകോപനം വരുന്നില്ല. കാരണം ചില ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷിയാണല്ലോ CPM. ഇപ്പൊ CPM ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു വകുപ്പ് നന്നായിട്ട് പോകുന്നു എന്ന് പറയുന്നതിന് എന്തിനാ വി ഡി സതീശൻ പ്രകോപിതനാകുന്നത്? അതിന് പ്രകോപിതനാകേണ്ട കാര്യമില്ലല്ലോ, അവരുടെ സഖ്യകക്ഷിയല്ലേ CPM. അപ്പോൾ പക്ഷെ അവരെ പ്രകോപിപ്പിക്കുന്നത് അടിസ്ഥാനപരമായി മോദിയുടെ സന്ദർശനത്തിന് അനുകൂലമായി ശശി തരൂർ പറഞ്ഞാണ്. അപ്പോൾ സതീശൻ്റെ ഈ ഒരു പ്രതികരണം എനിക്ക് അത്ഭുതം തോന്നുന്നില്ല. കാരണം സതീശൻ്റെ ഐക്യവും ശശി തരൂരിൻ്റെ ഐക്യവും രണ്ട് ലെവലിൽ നിൽക്കുന്നതാണ്. അപ്പോൾ സതീശനത് പറഞ്ഞാൽ മതിയാവും. കാരണം സതീശൻ്റെ നോളജ് ബേസ് അത്രയേ ഉള്ളൂ. അതതിൻ്റെ ഒരു ബേസിക് റീസൺ. ശശി തരൂര് UN അണ്ടർ സെക്രട്ടറി ജനറലായിട്ടിരുന്ന ആളാണ്. UN സെക്രട്ടറി ജനറൽ ആകാനായിട്ട് മത്സരത്തിൽ വന്ന ആളാണ്. അന്നൊരു പക്ഷേ അന്നത്തെ ഇന്ത്യ ഗവൺമെൻറ്റോ അതല്ലെങ്കിൽ അന്നത്തെ അമേരിക്കൻ ഗവൺമെൻറ്റോ ഒക്കെ ന്യായമായി മെറിറ്റ് നോക്കിയെടുത്തിരുന്നെങ്കിൽ, ഞാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ പ്രൊഫൈൽ അല്ല തരൂരിന്, അല്ല മെറിറ്റ് നോക്കിയെടുത്തിരുന്നെങ്കിൽ UN സെക്രട്ടറി ജനറൽ ആകേണ്ട ആളാണ് ശശി തരൂർ. ആ ശശി തരൂർ എവിടെ നിൽക്കുന്നു? രമേശ് ചെന്നിത്തലയുടെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആളായിട്ട് നിന്ന് അവിടെ നിന്ന് പരവൂര് വന്നു, ജയിച്ചു. അവസാനം രമേശ് ചെന്നിത്തലയെ വെട്ടി KC വേണുഗോപാലിൻ്റെ ആളായി വന്ന് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആയിരിക്കുന്ന ആളാണ് വി ഡി സതീശൻ. പ്രതിപക്ഷ നേതാവുണ്ടായാലും വി ഡി സതീശൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? അതേസമയം ശശി തരൂര് ലോകം മുഴുവൻ അറിയുന്നൊരു വലിയ വ്യക്തിയാണ്. അപ്പം ശശി തരൂരിൻ്റെ ലോകമാണ്. അതായത് ഇന്ത്യ, അമേരിക്ക ഉൾപ്പെടുന്ന ഒരു വലിയ വിശാലമായ ലോകമാണ് ശശി തരൂരിനുള്ളത്. വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലോകം പരവൂരാണ്. കാരണം അവിടെ നിന്നാണല്ലോ അദ്ദേഹത്തിന് ജയിക്കുന്നത്. പറവൂരിൽ നിന്നാണ് ജയിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് എത്താൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരമാണ്. അപ്പൊ തിരുവനന്തപുരവും പറവൂരും നമ്മുടെ നിയമസഭയും അവിടുത്തെ ഒരു ചെറിയ പ്രതിപക്ഷവും, ഇതിനപ്പുറം ഒരു ലോകം സതീശന് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് വി ഡി സതീശന് ശശി തരൂർ പറഞ്ഞത് മനസ്സിലാകില്ല. അത് അദ്ദേഹത്തിന്റെ ഐക്യന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് എനിക്ക് അത്ഭുതവും തോന്നുന്നില്ല. പക്ഷെ ശശി തരൂരിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശശി തരൂര് ഈ നരേന്ദ്രമോദിക്ക് അനുകൂലമായി പറഞ്ഞു എന്നുള്ളതിനേക്കാൾ കൂടുതൽ ശശി തരൂര് പറഞ്ഞത് ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ്. ഇന്ത്യയുടെ ഒരു നിലപാട് അന്താരാഷ്ട്ര രംഗത്ത് എങ്ങനെ അംഗീകരിക്കപ്പെടുന്നു, ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം എത്രമാത്രം ഗുണകരമാണ് നമ്മുടെ രാജ്യത്തിന്, ഇതൊക്കെയാണല്ലോ ശശി തരൂര് പറഞ്ഞത്. ശശി തരൂരും നമ്മുടെ മല്ലികാർജുന ഖാർഗെയുമായിട്ടാണല്ലോ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരം നടന്നത്. മല്ലികാർജുന ഖാർഗെ എവിടെ നിൽക്കുന്നു? ശശി തരൂർ എവിടെ നിൽക്കുന്നു? ഒന്നുമില്ലാഴിയിൽ നിന്ന് വന്ന് ശതകോടീശ്വരനായ ഖാർഗെയാണ്. ദളിതരുടെ പേരിൽ അദ്ദേഹം സംസാരിക്കുന്നതെങ്കിലും ദളിതർക്ക് വേണ്ടി അദ്ദേഹം എന്തെങ്കിലും ഗുണം ചെയ്തതായിട്ട് എവിടെയും ഒന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. എന്നാൽ ശരി, ഖാർഗെ എവിടെ നിൽക്കുന്നു, ശശി തരൂർ എവിടെ നിൽക്കുന്നതാണ്. അപ്പം ശശി തരൂരും രാഹുൽ ഗാന്ധിയും കൂടി ഒരു പൊതുവേദിയിൽ വന്നാൽ, അതൊരു ദേശീയ വേദിയാകട്ടെ അന്തർദേശീയ വേദിയാകട്ടെ, ശശി തരൂരിൻ്റെ മുന്നിൽ രാഹുൽ ഗാന്ധി എന്തുണ്ട്? ഒരു ശിശുവൻ. രാഹുൽ ഗാന്ധി ആര് ശ്രദ്ധിക്കും? രാഹുൽ ഗാന്ധി എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം പറഞ്ഞാൽ ആളുകൾ ചിരിക്കത്തല്ലേ ഉള്ളൂ. ശശി തരൂരിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അപഹസിച്ച് കളയേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് നോക്കട്ടെ. ശശി തരൂർ പറഞ്ഞത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി കൃത്യമായി കാര്യങ്ങൾ പറയുന്ന നേതാവാണ് ശശി തരൂർ. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള
ബന്ധം സുദൃഢമാകുന്ന ആദ്യത്തെ ഒരു കാൽവയ്പ്പാണ് നരേന്ദ്രമോദി നടത്തിയത് എന്നുള്ള രീതിയിലാണ് ശശി തരൂർ അഭിപ്രായ പ്രകടനം നടത്തുന്നത്. അത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാലേ, ഇപ്പം തന്നെ ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്തു. ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത് വന്ന് അതിൽ പങ്കെടുത്തത് ജയശങ്കറാണ്. ജയശങ്കറിനെ വിളിച്ചു, മോദിയെ വിളിച്ചില്ല എന്നാണ് അല്പബുദ്ധികളായ നമ്മുടെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. തരൂരിൻ്റെ കാര്യം മനസ്സിലായി. അപ്പോൾ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് പ്രധാനപ്പെട്ട ആളുകളൊക്കെ നരേന്ദ്രമോദിയെ വന്ന് കണ്ട് അവർ സംസാരിച്ചു. ഇലോൺ മസ്ക് അദ്ദേഹത്തിനെ കണ്ടു. പിന്നെ അതുപോലെ തന്നെ മൈക്ക് വാട്സ് അദ്ദേഹത്തിനെ കണ്ടു. ഇന്ത്യൻ വംശജനായ വിനോദ് രാമസ്വാമി കണ്ടു. ഇവരൊക്കെ വന്ന് വളരെ തുളസി ഗബ്ബാർ ഇവരൊക്കെയാണ് മോദിയെ വന്ന് കണ്ട് ചർച്ച ചെയ്ത ആളുകൾ. ഇത് വലിയൊരു ചലനമാണ് അന്താരാഷ്ട്ര രംഗത്ത് സൃഷ്ടിക്കുന്നതെന്ന് ശശി തരൂരിനറിയാം. അപ്പോൾ ശശി തരൂർ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി അമേരിക്കൻ പ്രസിഡന്റുമായി ദൃഢമായൊരു ബന്ധം സൃഷ്ടിക്കുകയും അമേരിക്കയുമായി നമ്മുടെ രാജ്യത്തിന് ഗുണകരമായ ചില കരാറുകളിൽ ഒപ്പുവെക്കുകയും ചെയ്തപ്പോൾ രാജ്യത്തിനത് ഗുണകരമായി എന്ന് പറഞ്ഞതാണ് ഈ കോൺഗ്രസ്സുകാരെ പ്രകോപിപ്പിച്ച ആദ്യത്തെ കാര്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിരായിട്ട് ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് അവസാനം വന്ന ആള് ജയറാം രമേശാണ്. ജയറാം രമേശ് കുറേ കാലമായിട്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്ന ഒരു മന്ദബുദ്ധിയായി കോൺഗ്രസിനകത്തെ. പുള്ളി ഒരു ബുദ്ധിജീവിയുടെ ലുക്കേ ഉള്ളൂ, കാര്യമായി ബുദ്ധിയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു നിലവാരമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ഈ ജയറാം രമേശിൻ്റെ വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. നിലവാരമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. കോൺഗ്രസ്സുകാർ കുറേ കാലമായിട്ട് ഇതാണ്, ഇവർ മോഡിക്കെതിരെ യുദ്ധം നടത്തിയിരിക്കുക. വേറെ ഒരു മഹാനുണ്ടായിരുന്നു, മണിശങ്കര അയ്യാർ. മണിശങ്കര അയ്യാർ ഒരിക്കൽ പറഞ്ഞത്, ഈ 2014 മുമ്പാണ്, 2012-13 ആ ഘട്ടത്തിലാണ് പറഞ്ഞത്, 2013 മോദി പ്രധാനമന്ത്രിയാവുമെന്ന് ചോദിച്ചപ്പോഴേ വളരെ പുച്ഛത്തോടുകൂടിയാണ് മണിശങ്കര അയ്യർ പറഞ്ഞത്, മോദി പ്രധാനമന്ത്രിയാണ്. AICCയുടെ മീറ്റിംഗ് ഒക്കെ ഞങ്ങൾ നടത്തുമ്പോൾ അവിടെ വേണമെങ്കിൽ ഒരു ചായക്കടയ്ക്കുള്ള സ്റ്റാൾ കൊടുക്കാം. ആ മണിശങ്കരൻ ഇന്ന് എവിടാണ്? ഈ മണിശങ്കരനെ ആരെയും തിരക്കുന്നുണ്ടോ? നരേന്ദ്രമോദി എവിടെ നിൽക്കുന്നു, മണിശങ്കരൻ എവിടെ നിൽക്കുന്നു? മണിശങ്കരൻ ഈ തമിഴ്നാടുകാരൻ അയ്യങ്കാരാണ്. ഈ തമിഴ്നാടുകാരൻ അയ്യങ്കാരെ വേറെ ആരെയും അംഗീകരിക്കില്ല. നരേന്ദ്രമോദി പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട നരേന്ദ്രമോദിയോടെ മണിശങ്കര അയ്യങ്കാർക്കുള്ള അസഹിഷ്ണുത, അത് പ്രത്യേകിച്ച് അതിന് പറയേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ഒരു വർത്തമാനം പറയുകയില്ലല്ലോ. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരുന്ന ഒരാളിന് ചായക്കട കൊടുക്കാമെന്ന് പറയാനുള്ള ധാർഷ്ട്യം, അഹങ്കാരം, വിവരക്കേട്, അതാണ് മണിശങ്കര അയ്യർ പറഞ്ഞത്. ആ മണിശങ്കരനെ ഇന്ന് നമുക്ക് എവിടെയാണെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ സ്ഥിരമായി മോദിയെ എതിർത്തുകൊണ്ടിരുന്ന ഒരാളാണ് നമ്മുടെ ചിദംബരം ചെട്ടിയാർ. ചെട്ടിയാരിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കള്ളന്മാരൊരുത്തനാണ്. ഈ ചിദംബരം ചെട്ടിയാരെ കൃത്യമായി തുറന്നു കാണിക്കാൻ BJP തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ വിമർശനം. ചിദംബരം ചെട്ടിയാർ ഈ രാജ്യത്തോട് ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാണ് അതിൽ കാണിച്ച അഴിമതി, അതിൻ്റെ പിന്നിൽ BJP നയിക്കുന്ന താല്പര്യം എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരുപക്ഷെ തുറന്ന് കാണിക്കേണ്ടതായിരുന്നു. അതാണ് വേറെ ഒരു കോൺഗ്രസിലെ മറ്റൊരു നേതാവ്. പിന്നെ ഈ പറഞ്ഞ പോലെ ജയറാം രമേശ് ഈ രാഹുൽ ഗാന്ധിയുടെ പുറകെ നടന്ന് എന്തെങ്കിലുമൊക്കെ വിവരക്കേട് പറയുകയല്ലാതെ എത്ര കാലം ഇവർ വോട്ടിംഗ് മെഷീനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ഈ കോൺഗ്രസിൻ്റെ ഒരു രാജ്യം ഭരിക്കാൻ തയ്യാറാകുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് ഞാൻ പറയും. കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചാൽ മനസ്സിലായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1998 ഇല്ലാതായി. 1885 അലൻ ഒക്ടോവിയൻ ഹ്യൂ എന്ന് പറയുന്ന AO ഹ്യൂ, അദ്ദേഹമാണല്ലോ ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത്. അദ്ദേഹത്തെ പേരാണല്ലോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അങ്ങനെ AO ഹ്യൂ എന്ന് പറയുന്ന ബ്രിട്ടീഷുകാരൻ സ്ഥാപിച്ച കോൺഗ്രസ് 1998 സോണിയ മൊയ്നോ എന്ന് പറയുന്ന ഇറ്റലിക്കാരി ഒരു ഇറ്റാലിയൻ നാഷണൽ കോൺഗ്രസ് ആക്കി മാറ്റി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്നില്ല. EMS പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണം അല്ലേ? കോൺഗ്രസ് പാർട്ടി പിരിച്ചുവിടണമെന്ന് മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് ലോക സേവാ സംഘം ഉണ്ടാക്കണം, പിരിച്ചുവിടണം. അത് പിരിച്ചുവിടണ്ട, അത് പിരിച്ചു പോക്കോളും. ഞാൻ പറഞ്ഞത്, അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇറ്റാലിയൻ കോൺഗ്രസ് ആയപ്പോൾ ഉണ്ടായിരുന്ന ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആയി VD സതീശനിൽ കൂടെ, മണിശങ്കരൻ അയ്യറിൽ കൂടെ, അതല്ലെങ്കിൽ നമ്മുടെ ജയറാം രമേശിലൂടെ, ചിദംബരത്തിലൂടെ ഒക്കെ പുറത്തു വരുന്നത് ക്വാളിറ്റി പ്രസ്ഥാനത്തിന് കുറഞ്ഞതുകൊണ്ടാണ്. ഇവര് സോണിയാഗാന്ധിയുടെ ഉപജാപകത്തിലെ ഒരു ഒരു ഗ്രൂപ്പ് മാത്രമാണ്. പക്ഷെ കോൺഗ്രസിനകത്ത് ദേശീയബോധമുള്ള കോൺഗ്രസ്സുകാരുണ്ട്.
ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇറ്റാലിയൻ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ന് നിൽക്കുന്ന അധികാരകേന്ദ്ര ഇറ്റാലിയൻ കോൺഗ്രസ് ആണ്. അതിൽ 2 ഗ്രൂപ്പുണ്ട്. ദേശീയ ബോധമുള്ള ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുടർച്ചക്കാർ കുറച്ച് ആളുകളുണ്ട്. അത് പലരും വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരാളായിരുന്നു ജ്യോതിരാദിത്യ സിന്ധ്യ. ജ്യോതിരാദിത്യ സിന്ധ്യ രാഹുൽ ഗാന്ധിയുമായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ്. മാധവറാവ് സിന്ധ്യയുടെ മകനാണ്. മാധവറാവ് സിന്ധ്യ വളരെ സീനിയർ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, ഈ 370-ാം വകുപ്പ് പിന്നെ ഭേദഗതി ചെയ്യാനായിട്ട് പിൻവലിക്കാനായിട്ട് ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ നല്ല തീരുമാനമാണ്, കാശ്മീരിൽ അത് സമാധാനം കൊണ്ടുവരും എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും ഇതിനെ അംഗീകരിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണേൽ കോൺഗ്രസ് വിട്ടുപോകാം, കോൺഗ്രസിന്റെ നിലപാടുകളൊന്നും മാറ്റാൻ പോകുന്നില്ല. അങ്ങനെ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോരേണ്ടി വന്ന ആളാണ് ജ്യോതിരാദിത്യ സിന്ധ്യ. സച്ചിൻ പൈലറ്റ് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇതിനകത്ത് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ദേശീയ വീക്ഷണമുള്ള പല ആളുകളുണ്ട്, പക്ഷെ അവർ നിശബ്ദരാണ്. ഞാൻ 1-2 പേരുടെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചു. അവർ നിശബ്ദരാണ്. ഇപ്പൊ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ ഇത്തരം സൈസ് ആളുകളാണ്. അവരിൽ നിന്ന് വിഭിന്നനാണ് ശശി തരൂർ. അതാണ് ശശി തരൂരിൽ ഞാൻ കാണുന്ന ഒരു സ്പേസ് എന്താണെന്ന് വെച്ചാൽ അതാണ്. ശശി തരൂർ കൃത്യമായി നമ്മുടെ രാജ്യത്തിൻ്റെ നന്മ, നമ്മുടെ രാജ്യത്തിൻ്റെ ഐശ്വര്യം, സാമ്പത്തിക സുരക്ഷ, വളർച്ച, വികസനം ഇതൊക്കെ മുന്നേ കണ്ടുകൊണ്ടാണ് ശശി തരൂർ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനെ വിലയിരുത്തിയപ്പോൾ മൂക്കിനപ്പുറം കാണാനൊക്കാത്ത വി.ഡി. സതീശൻ ആദ്യം തള്ളി പറഞ്ഞു. അതിനുശേഷം നമ്മുടെ ജയറാം രമേശ് അതിനെ തള്ളിപ്പറയുന്നു, രമേശ് ചെന്നിത്തല തള്ളിപ്പറയുന്നു. അപ്പോൾ ശശി തരൂരിനെതിരെ ഒരു ഗ്രൂപ്പിങ് ഇവിടെ വന്നിട്ടുണ്ട്. മറ്റൊരു കാരണം കൂടെ ഉള്ളത്, ഇവരെ ഉറക്കം കെടുത്തുന്ന മറ്റൊരു വിഷയം, ശശി തരൂര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ശശി തരൂരിന് പറയണം, ശശി തരൂരാണ് കേരള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യൻ എന്ന് പറഞ്ഞാൽ തരൂരിനടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഇപ്പൊ ഇതിനകത്ത്? ഏതെങ്കിലും ഒരുത്തൻ തരൂരിൻ്റെ അടുത്ത് 100 കിലോമീറ്റർ അപ്പുറം നിൽക്കാൻ യോഗ്യത പോലെയുള്ള ആളുകൾ കോൺഗ്രസിനകത്ത് പിടിയില്ല. അപ്പൊ ഇവരുടെയൊക്കെ ഉറക്കം കെടുത്തുന്ന ഒരു കാര്യം, ഇവരെയൊക്കെ പൊതുസമൂഹം ശശി തരൂരുമായിട്ട് താരതമ്യം ചെയ്യും. ശശി തരൂരാണോ നല്ലത് അതോ വി.ഡി. സതീശനാണോ നല്ലത് എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ളവരാരെങ്കിലും വി.ഡി. സതീശനെ അംഗീകരിക്കുന്നു? എനിക്ക് വിശ്വാസം. ഇത് രാഷ്ട്രീയമല്ല. എന്റെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് എന്റെ മുഖ്യമന്ത്രി എന്നെനിക്ക് പറയാൻ കഴിയുന്ന ഒരാളെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ കോൺഗ്രസിന്റെ ഭാവിയല്ല, കോൺഗ്രസിനോട് കടുത്ത രാഷ്ട്രീയ വിയോജിപ്പുള്ള ഒരാളുമാണ് ഞാൻ. പക്ഷെ കോൺഗ്രസിൽ നിന്നൊരു മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ശശി തരൂർ വരുന്നാൽ നന്നായിരിക്കും, ഉള്ളതിൽ നന്നായിരിക്കും എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഇവിടെ ഇവരുടെയൊക്കെ ഉറക്കം കിടുന്നൊരു പ്രശ്നം ശശി തരൂരിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല, ശശി തരൂര് നമ്മുടെ സിവിൽ സൊസൈറ്റി, പൊതുസമൂഹത്തിൻ്റെ രാഷ്ട്രീയമില്ല. പൊതുസമൂഹം ഗവൺമെൻറ് നല്ലത് ചെയ്താൽ ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കും, പ്രതിപക്ഷം നല്ലത് പറഞ്ഞാൽ പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കും. അല്ലാതെ കണ്ണുമടച്ച് പിന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നതല്ലല്ലോ പൊതുസമൂഹം. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് മാറി വരില്ലല്ലോ. ഈ പൊതുസമൂഹത്തിൻ്റെ വോട്ട് കിട്ടുമ്പോഴാണല്ലോ ഗവൺമെൻറ് മാറി വരുന്നത്. അപ്പോൾ ഇവിടെ ശശി തരൂരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവരുടെ ഉറക്കം കെടുത്തുന്നതെന്ന് മാത്രമല്ല, നാളെ ശശി തരൂർ എടുക്കുന്ന തീരുമാനം എടുത്താൽ അത് കേരള രാഷ്ട്രീയത്തിലെ വലിയ ദൂരവ്യാപകമായ ഫലങ്ങൾ കേരളത്തിൽ സൃഷ്ടിച്ചേക്കാം. ഒരുപക്ഷേ ശശി തരൂർ ശക്തമായൊരു നിലപാടുമായി മുന്നോട്ട് പോയാൽ 2026 മുഖ്യമന്ത്രി കുപ്പായം ധരിക്കാം എന്ന് വിചാരിച്ച് അത് തേച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത്തരം ചില നേതാക്കന്മാർക്ക് നിരാശരാകേണ്ടി വരും എന്നുള്ളതാണ് വാസ്തവം. അതിന് പക്ഷേ ശശി തരൂർ തയ്യാറാകുമോ, അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ശശി തരൂരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.